ആഘോഷങ്ങളില്ലാത്ത എന്ത് ജീവിതം അല്ലേ? ആഘോഷിക്കാൻ കാരണം നോക്കിയിരിക്കുന്നവരാണ് എല്ലാവരും. ഓരോ ആഘോഷങ്ങളും മനുഷ്യർ തമ്മിലുള്ള കൂട്ടായ്മയും സ്നേഹവും സൗഹൃദവും വളർത്തുന്നതിന് വേണ്ടിയുള്ളവയാണ്. മനുഷ്യ മനസ്സുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു രസതന്ത്രം എല്ലാ ആഘോഷങ്ങൾക്കുമുണ്ട്. പെരുന്നാളുകളും ഉത്സവങ്ങളും എല്ലാവരുടേതുമാകുന്നത് ഇങ്ങനെയാണ്. ആഘോഷങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പ്രാദേശിക ഉത്സവങ്ങൾ മുതൽ ക്രിസ്മസും ഈസ്റ്ററും പോലെയുള്ള സാർവത്രിക ആഘോഷങ്ങൾ വരെ പല പേരുകളും ഓർമ്മയിലേക്ക് ഓടിയെത്തും. പക്ഷേ അൺടോൾഡ് സ്റ്റോറീസിൽ ഇത്തവണ നമ്മൾ പറയാൻ പോകുന്നത് അസാധാരണങ്ങളായ ചില ആഘോഷങ്ങളെ കുറിച്ചും അവയ്ക്ക് പിന്നിലുള്ള കഥകളെയും കുറിച്ചുമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലവിലുള്ള രസകരങ്ങളായ അത്തരം ആഘോഷങ്ങളുടെ കഥകൾ കേൾക്കാൻ റെഡി ആയിക്കോളും. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും അൺടോൾഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഒരു ചളി തമാശയുണ്ട്. കുരിശുമെടുത്ത് പള്ളിയിൽ ധ്യാനത്തിന് വരണമെന്ന് ധ്യാനഗുരു നിർദ്ദേശിച്ചപ്പോൾ തന്റെ ഭാര്യയെ ചുമന്ന് പള്ളിയിലെത്തിയ മത്തായി ചേട്ടനെ കുറിച്ചാണ് അത്. പക്ഷെ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ഭാര്യയെ ചുമന്ന് കൊണ്ടോടുന്ന ഒരു മത്സരമുണ്ട്. വൈഫ് ക്യാരിങ് എന്നാണ് ഇതിന്റെ പേര്. ആഘോഷമായി കൊണ്ടാടുന്ന ഈ മത്സരത്തെ കുറിച്ചാവാം ആദ്യം. ഫിൻലൻഡിലെ സോങ്ക ജാർവയിൽ ആരംഭിച്ച മത്സരമാണ് വൈഫ് ക്യാരിങ് അഥവാ അക്കാൻ കാൻറോ. ഓരോ പുരുഷനും ഓരോ വനിതയെ വഹിച്ചുകൊണ്ട് പ്രത്യേക ട്രാക്കിലൂടെ അതിവേഗത്തിൽ പോകുന്ന മത്സരമാണ് ഇത്. ഇന്റർനാഷണൽ വൈഫ് ക്യാരിങ് കോമ്പറ്റീഷൻ റൂൾസ് കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന ഈ മത്സരത്തിൽ സ്വന്തം ഭാര്യയെയോ മറ്റു സ്ത്രീകളെയോ ചുമക്കാവുന്നതാണ്. പങ്കെടുക്കുന്ന ഭാര്യയുടെ പ്രായം 17 വയസ്സും ഭാരം 49 കിലോയുമായിരിക്കും. ഭാരം കുറഞ്ഞ ഭാര്യയാണെങ്കിൽ മത്സരത്തിലെ നിയമം അനുസരിച്ച് അധികം ഭാരം ചുമക്കേണ്ടി വരും. പരുക്കൻ സ്ഥലങ്ങളും പാറക്കെട്ടുകളും നിറഞ്ഞ പ്രദേശമായിരുന്നു ആദ്യകാലങ്ങളിൽ മത്സരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. മത്സരം സങ്കീർണമാക്കാനുള്ള പല മാർഗങ്ങളും ട്രാക്കിൽ ഒരുക്കിയിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോൾ അത്രയും ദുഷ്കരമല്ല മത്സരത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ട്രാക്കുകൾ. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ മത്സരം പൂർത്തിയാക്കുന്ന ആളാണ് വിജയി. ഭാര്യയെ തോളത്തിട്ടോ അല്ലെങ്കിൽ ഭർത്താവിന്റെ തോളിൽ കാലുകൾ ഇരുവശങ്ങളിലേക്കുമായി ഇട്ടുകൊണ്ടോ ആയിരിക്കണം മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. ഹെൽമറ്റും ബെൽറ്റും മാത്രമേ മത്സരത്തിൽ ഉപയോഗിക്കാവൂ. ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഹോങ്കോങ്, ജർമ്മനി, UK, സ്വീഡൻ, എസ്തോണി, ലാത്വിയ തുടങ്ങിയ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഈ ആഘോഷം സംഘടിപ്പിക്കാറുണ്ട്. 1992 മുതൽ നിലവിലുള്ള വൈഫ് ക്യാരിങ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 തവണയും മുടങ്ങിപ്പോയിരുന്നു. എങ്കിലും ഇത്തവണ അത് പൂർവാധികം ശക്തിയോടെ നടത്താനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. ഭാര്യയെ ചുമന്നുകൊണ്ടുള്ള ചാമ്പ്യൻഷിപ്പിന്റെ വിശേഷങ്ങൾ കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഫിൻലാൻഡിൽ നിന്ന് സ്പെയിനിലേക്ക് പോകാം. അവിടെയുമുണ്ട് ഒരു വെറൈറ്റി ആഘോഷം. ബേബി ജമ്പിംഗ് ഫെസ്റ്റിവൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള സ്യൂട്ടുകൾ ധരിച്ച പുരുഷന്മാർ 12 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ മേൽ ചാടിക്കടക്കുന്ന വിചിത്രമായ ഒരു ആഘോഷമാണ് ഇത്. ആയിരത്തി 1620 മുതൽ സ്പെയിനിൽ ഈ ആഘോഷം നിലവിലുണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റിയിലെ കാസ്ട്രില്ലോ ഡി മർസിയയിലാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാളോടനുബന്ധിച്ച് വർഷം തോറും ഈ ആഘോഷം നടത്തിവരുന്നത്. പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന വീഥികളിൽ മെത്തകളിൽ കുഞ്ഞുങ്ങളെ നിരത്തി കിടത്തിയിരിക്കും. ആ കുഞ്ഞുങ്ങളുടെ മേലെയാണ് അവരെ സ്പർശിക്കാതെ പുരുഷന്മാർ ചാടിക്കടന്നു പോകുന്നത്. കാണുന്നവർക്ക് ചിലപ്പോൾ ചങ്കിടിപ്പുണ്ടായേക്കാം. എങ്ങാനും ചുവടുകൾ തെറ്റി ചാടുന്നവർ കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് പതിച്ചാലോ എന്ന്.
പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. റോം കത്തുമ്പോൾ വീണ വായിച്ച നീറോയെ കുറിച്ചൊരു ചരിത്രമുണ്ട്. പക്ഷേ വെള്ളത്തിനടിയിൽ വെച്ച് ഗിറ്റാറും മറ്റ് സംഗീതോപകരണങ്ങളും വായിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഫ്ലോറിഡയാണ് ഇത്തരമൊരു ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിക്കുന്നത്. അണ്ടർ വാട്ടർ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ വിശേഷങ്ങളാകാം ഇനി. ഉപരിതലത്തിൽ നിന്ന് 20 അടി താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ലോറിഡ കീസിന്റെ തീരത്ത് സമുദ്രത്തിന്റെ അടിത്തട്ടിലാണ് ഈ മ്യൂസിക് ഫെസ്റ്റിവൽ അരങ്ങേറുന്നത്. 35-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ഫെസ്റ്റിവലിന്. 1985-ലാണ് ഫെസ്റ്റിവൽ ആദ്യമായി ആരംഭിച്ചത്. പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കാനും പുനർനിർമ്മിക്കാനും വേണ്ടിയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ തീരങ്ങൾക്ക് സമീപം വിപുലമായ ആഴം കുറഞ്ഞ പവിഴപ്പുറ്റുകളുള്ള ഏക സംസ്ഥാനമാണ് ഫ്ലോറിഡ. പവിഴപ്പുറ്റുകൾ കടൽ ജീവിതവുമായി ബന്ധപ്പെട്ട ആവാസ വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ടതാണെന്നും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും ഇവർ വിശ്വസിക്കുന്നു. ഇവയുടെ സംരക്ഷണത്തിന് അണ്ടർ വാട്ടർ മ്യൂസിക് ഏറെ ഗുണം ചെയ്യുമെന്നും ഇവർ വിശ്വസിക്കുന്നു. ഗിറ്റാറുകളും ഹോണുകളും ഡ്രമ്മുകളും മറ്റ് സംഗീതോപകരണങ്ങളുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പ്രാദേശിക പവിഴപ്പുറ്റുകളും അതിലോല പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ബ്ലൂ കീ സാങ്ച്വറി സംരക്ഷണ മേഖല ഫ്ലോറിഡ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ പ്രകാരമാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഡസൻ കണക്കിന് സ്കൂബ ഡൈവർമാരെയും സ്നോർക്കലേമാരെയും ബോട്ടുകാരെയും ഇതേറെ ആകർഷിക്കുന്നുണ്ട്. വെള്ളത്തിനടിയിൽ നിന്നുള്ള ഈണങ്ങൾ പ്രേക്ഷകരെ ഏറെ ആകർഷിക്കുന്നുവെന്നാണ് പ്രോഗ്രാം സംപ്രേഷണം ചെയ്യുന്ന റേഡിയോ സ്റ്റേഷൻ അവകാശപ്പെടുന്നു. ജൂലൈ 12, 13 തീയതികളിലായിട്ടാണ് ഇത്തവണത്തെ ഫെസ്റ്റിവൽ. മത്സ്യകന്യകയുടെയും സ്രാവിന്റെയും പോലെയുള്ള വേഷങ്ങൾ ധരിച്ചാണ് പലരും ഇതിൽ പങ്കെടുക്കുന്നത്. ശബ്ദം വായുവിനേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ വെള്ളത്തിൽ സഞ്ചരിക്കുന്നതിനാലും ചുറ്റുമുള്ള ശബ്ദത്തെ കൂടുതലായി നൽകുന്നതിനാലും ഈ സംഗീതം വിസ്മയകരമായ അനുഭവമായി. ലോകത്തിലെ തന്നെ ഏറ്റവും ക്രേസിയസ്റ്റ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഒരു ആഘോഷത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇംഗ്ലണ്ടിലെ കൂപ്പേഴ്സ് ഹില്ലിൽ സ്പ്രിംഗ് ബാങ്ക് ഹോളിഡേയിൽ നടക്കുന്ന വാർഷികാഘോഷമാണ് കൂപ്പേഴ്സ് ഹിൽ ചീസ് റോളിംഗ്. ബ്രോക്ക്വർത്ത് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വേണ്ടി 600-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ ഉത്സവാഘോഷം കാലം മുന്നോട്ട് പോയപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ളതായി മാറി. കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മുൻകാല വർഷങ്ങളിൽ മത്സര ജേതാക്കളായത്. വേൾഡ് ഫേമസ് ഇവന്റ് എന്ന് ദി ഗാർഡിയൻ ഈ ഫെസ്റ്റിവലിനെ വിശേഷിപ്പിച്ചതും ഇതുകൊണ്ടാണ്. സ്ഥലനാമവുമായി ബന്ധപ്പെട്ടാണ് മത്സരത്തിന് പേര് ലഭിച്ചത്. കൂപ്പേഴ്സ് എന്ന പേരുള്ള കുന്നിൻ മുകളിലാണ് ആഘോഷം. കുന്നിൻ മുകളിൽ നിന്ന് വൃത്താകൃതിയിലുള്ള ഡബിൾ ഗ്ലൗസൈസ്റ്റർ ചീസ് 200 യാർഡ് നീളത്തിൽ താഴേക്ക് ഉയർത്തുന്നു. ഇത് പിടിച്ചെടുക്കാനായി മത്സരാർത്ഥികൾ ഓടുന്നു. ഒടുവിൽ കുന്നിൻ താഴെയുള്ള ഫിനിഷിംഗ് പോയിന്റിൽ ആദ്യം ആരെത്തുന്നുവോ അയാൾ വിജയിയാകുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി വെവ്വേറെ മത്സരമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 4 ഡൗൺഹിൽ റേസുകളാണ് ഫെസ്റ്റിവലിനുള്ളത്. പുരുഷന്മാർക്ക് 3-ഉം സ്ത്രീകൾക്ക് 1-ഉം എന്ന വിധത്തിൽ പരമാവധി 14 പേർക്ക് മാത്രമേ മത്സരിക്കാവൂ. പക്ഷെ പലപ്പോഴും നമ്പറിനെ അപ്രസക്തമാക്കി കൂടുതൽ ആളുകൾ പങ്കെടുക്കാറുമുണ്ട്.
വിജയികളാകാനുള്ള ശ്രമത്തിൽ മറ്റുള്ളവരെ ഇടിച്ചു തെറിപ്പിച്ചും സ്വയം കാലുകൾ വഴുതി പരിക്കേൽക്കുന്നവരും പരിക്കുണ്ടാക്കുന്നവരും ഏറെ. കുന്നിന്റെ കുത്തനെയുള്ള ആകൃതിയാണ് പരിക്കുകൾക്ക് കാരണം. ഒരു മത്സരത്തിൽ പോലും പരിക്ക് പറ്റാത്തവരായി ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുന്നിന് താഴെ പരിക്കേറ്റവരെയും കാത്തുകിടക്കുന്ന ആംബുലൻസും ഫെസ്റ്റിവലിലെ പതിവ് കാഴ്ചയാണ്. ഈ കാരണത്താൽ ഈ ഫെസ്റ്റിവലിന് പ്രസിദ്ധി മാത്രമല്ല കുപ്രസിദ്ധിയുമുണ്ട്. എന്നിരുന്നാലും മത്സരത്തിൽ പങ്കെടുക്കാനെത്തുന്ന അവരുടെ എണ്ണത്തിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. ഫെസ്റ്റിവലിൽ ഉപയോഗിച്ചിരിക്കുന്ന ചീസ് വൃത്താകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോന്നും തടി കൊണ്ട് കവർ ചെയ്തിട്ടുമുണ്ട്. കൂപ്പേഴ്സ് ഹിൽ ചീസ് റോളിംഗ് ഫെസ്റ്റിവൽ പരമ്പരാഗതമായ ചില ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമായി കൂടിയാണ് കൊണ്ടാടുന്നത്. പേഗൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ആചാരത്തിന്റെ തുടർച്ചയായും സാധാരണക്കാരുടെ മേച്ചിൽ അവകാശങ്ങളുടെ ഭാഗമായും ഈ ഫെസ്റ്റിവൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. സ്പ്രിംഗ് ബാങ്ക് അവധി ദിവസമായ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ഇത് ആരംഭിക്കുന്നത്. 15-ാം നൂറ്റാണ്ട് മുതൽ ഇത്തരമൊരു വിനോദം ഉണ്ടായിരുന്നു. അതിന്റെ കാലാനുസൃതമായ മാറ്റങ്ങളും വികാസങ്ങളുമാണ് ഇന്ന് കാണുന്ന ചീസ് റോളിംഗ് ഫെസ്റ്റിവലിൽ കാണപ്പെടുന്നത്. തായ്ലൻഡിലുമുണ്ട് അസാധാരണമായ ഒരു ഫെസ്റ്റിവൽ. മങ്കി ബുഫേ ഫെസ്റ്റിവൽ എന്നാണ് പേര്. മുമ്പ് നാം കേട്ട ബേബി ജമ്പിംഗ് ഫെസ്റ്റിവൽ പോലെ വിചിത്രമായ ആഘോഷങ്ങളുടെ പട്ടികയിലാണ് മങ്കി ബുഫേയും ചേർത്തിരിക്കുന്നത്. തായ്ലൻഡിലെ 1000-ലേറെ വർഷം പഴക്കമുള്ള ലോക്ബുരിയിൽ ഫ്രാ പ്രാങ് സാങ്യോട്ട് ക്ഷേത്രത്തിൽ വർഷം തോറും നടന്നു വരുന്ന ഫെസ്റ്റിവലാണ് ഇത്. ലവപുര എന്നാണ് നഗരം അറിയപ്പെടുന്നത്. കുരങ്ങുകളോടുള്ള സ്നേഹത്തിന്റെയും നന്ദിയുടെയും പ്രതീകമായി കുരങ്ങുകൾക്ക് വിഭവസമൃദ്ധമായ വിരുന്ന് നൽകുന്ന ദിവസമായിട്ടാണ് ഈ ഫെസ്റ്റിവൽ കൊണ്ടാടുന്നത്. മാത്രവുമല്ല, കുരങ്ങുകൾ സൗഭാഗ്യം കൊണ്ടുവന്നു തരുമെന്നും ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നു. പഴങ്ങളും പച്ചക്കറികളും ഒരുക്കിയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. തണ്ണിമത്തൻ, പൈനാപ്പിൾ, ചീര പോലെയുള്ള പച്ചക്കറികളാണ് ബുഫേയിലുള്ളത്. ഇവ തിന്നുന്ന കുരങ്ങുകളെ ഇന്നേ ദിവസം ധാരാളമായി കാണാൻ കഴിയും. 2 ടണ്ണോളം ഭക്ഷണമാണ് കുരങ്ങുകൾക്ക് നൽകുന്നത്. വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി 1989 മുതൽക്കാണ് ഈ ഫെസ്റ്റിവൽ ആധുനിക രൂപം കൈവരിച്ചത്. ആയിരക്കണക്കിന് ആളുകളാണ് ഇത് പങ്കെടുക്കാനായിട്ട് എത്തുന്നത്. ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത് തങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പഞ്ചഗുസ്തി എന്ന് നാം കേട്ടിട്ടുണ്ട്, നമുക്കത് പരിചിതവുമാണ്. എന്നാൽ കാൽവിരൽ ഗുസ്തി എന്നോ? അങ്ങനെയും ഒരു ഗുസ്തിയുമുണ്ട്. കേട്ടിട്ടില്ലാത്തവർക്കായി കാൽവിരൽ ഗുസ്തിയുടെ കഥ പറയാം. 2 മത്സരാർത്ഥികൾ പരസ്പരം എതിർവശത്ത് കാലുകൾ ഒരു ബോർഡിൽ വെച്ച് ഇരിക്കും. എതിരാളികൾ അവരുടെ പാദങ്ങൾ വിരലുകൾ കൊണ്ട് കൂട്ടുകയും മറ്റൊരാളുടെ കാൽ താഴേക്ക് പിൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്പോർട്സ് ഫെസ്റ്റിവലാണ് ടോ റെസ്ലിംഗ്. 1974 ഇംഗ്ലണ്ടിലെ സ്റ്റാർസ്ഫോർഡ് ഷെയറിൽ വെച്ചാണ് ടോ ഗുസ്തി ചാമ്പ്യൻഷിപ്പിന് തുടക്കമായത്. വടക്കൻ ഇംഗ്ലണ്ടിലെ ജനപ്രിയ വിനോദമാണ്. വലതുകാൽ കൊണ്ട് കളിക്കുന്ന 3 റൗണ്ടുകളിൽ ഏറ്റവും മികച്ചതിനെയാണ് സമ്മാനത്തിനായി തിരഞ്ഞെടുക്കുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ടോ ഗുസ്തികളുണ്ട്.
ടോ ഗുസ്തിയിലും പരിക്കുകൾ സാധാരണമാണ്. കാൽവിരലുകൾ ഒടിയുകയും കണങ്കാലുകൾ ഉളുക്കുകയും ചെയ്യുന്നത് പോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാറുമുണ്ട്. സ്പെയിനിലെ തക്കാളി എറ് പ്രസിദ്ധമാണ്. തക്കാളി എറിഞ്ഞുകൊണ്ടുള്ള തക്കാളിക്കളി അറിയപ്പെടുന്നത് ലാ ടൊമാറ്റിനോ എന്നാണ്. സ്പെയിനിന്റെ കിഴക്ക് വലൻസിയൻ പട്ടണമായ ബുനോളിയയിലാണ് ഈ ആഘോഷം അരങ്ങേറുന്നത്. 1945 മുതൽക്കാണ് ഫെസ്റ്റിവൽ ആരംഭിച്ചത്. നാളിതുവരെയായി ഓഗസ്റ്റ് മാസത്തിലെ അവസാന ബുധനാഴ്ച നടത്തി വരാറുള്ള തക്കാളി എറിയൽ കോവിഡിനെ തുടർന്ന് മുൻ വർഷങ്ങളിൽ നടന്നില്ല. എന്നാൽ ഇത്തവണ എന്തായാലും നടത്തണമെന്നാണ് സ്പെയിൻകാർ. ലാ ടൊമാറ്റിനോ ഫെസ്റ്റിവൽ ആരംഭിച്ചതിന് പിന്നിലെ കഥ വളരെ രസകരമാണ്. ഒരു തെറ്റായ പ്രവണതയാണ് വർഷം തോറും നടന്നു വരുന്ന ഈ ഫെസ്റ്റിവലിന് പിന്നിലുള്ളത് എന്നതാണ് വാസ്തവം. നഗരത്തിലെ ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയായിരുന്നു കുറെ ചെറുപ്പക്കാർ. പരേഡിൽ പങ്കെടുത്ത ഒരു ചെറുപ്പക്കാരന്റെ തലയിൽ ഉണ്ടായിരുന്ന രൂപം എങ്ങനെയോ താഴെ വീണു. അത് വൈകാതെ ആൾക്കാരും ചെറുപ്പക്കാരും തമ്മിലുള്ള കയ്യാങ്കളി ഒടുവിൽ സമീപത്തുള്ള പച്ചക്കറിക്കടയിലുമെത്തി. കണ്ണിൽ പെട്ടതാദ്യം തക്കാളിയായിരുന്നു. അങ്ങനെ ആളുകൾ പരസ്പരം തക്കാളി എറിഞ്ഞു തുടങ്ങി. വിശേഷാവസരങ്ങളിൽ ഉണ്ടാകുന്ന വഴക്ക് കൂടലുകൾക്ക് അടുത്ത വർഷം കണക്ക് ചോദിക്കുന്നതും സ്വാഭാവികം. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ വഴക്കിന്റെ ബാക്കി എന്നോണം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തക്കാളി എറിയാനുള്ള തയ്യാറെടുപ്പുമായിട്ടാണ് ചെറുപ്പക്കാർ വന്നത്. ആദ്യം അതിന് എതിർപ്പുണ്ടായെങ്കിലും പിന്നീട് അതൊരു പാരമ്പര്യവും ആഘോഷവുമായി മാറുകയായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ കൂടുതൽ ആളുകൾ തക്കാളി എറിയാനായി ആരംഭിച്ചു. പക്ഷേ 1950കളിൽ ലാ ടൊമാറ്റിനോയ്ക്ക് അധികാരികൾ വിലക്കേർപ്പെടുത്തി. പക്ഷേ ജനങ്ങൾ ശക്തമായി ഇതിനെതിരെ പ്രതികരിച്ചു. തക്കാളി എറിയൽ തടഞ്ഞതിന്റെ പ്രതിഷേധ സൂചകമായി തക്കാളി സംസ്കാരം വരെ നടക്കുകയുണ്ടായി. ഒരു ശവപ്പെട്ടിക്കുള്ളിൽ നിറയെ തക്കാളിയുമായി പോയി സംസ്കരിച്ചതായിരുന്നു അത്. പ്രതിഷേധം ഫലം കണ്ടു. ലാ ടൊമാറ്റിനോയ്ക്കുള്ള വിലക്ക് നീക്കിക്കളഞ്ഞു. വൈകാതെ സ്പെയിനിന്റെ ഔദ്യോഗിക ഉത്സവമായി അത് മാറുകയും ചെയ്തു. ക്രമേണ തക്കാളി എറിയൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ഫെസ്റ്റിവൽ പ്രസിദ്ധമായി. അന്താരാഷ്ട്ര വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി ലാ ടൊമാറ്റിനോ മാറി. 1 മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് മത്സരം. സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാവൂ. തക്കാളി അല്ലാതെ മറ്റൊന്നും എറിയരുതെന്നും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടി എറിയരുതെന്നും വസ്ത്രങ്ങൾ കീറരുതെന്നുമാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. പങ്കെടുക്കുന്നവർ തങ്ങളുടെ ശരീരത്തിലെ തക്കാളിച്ചാറ് ഹോസ് ഉപയോഗിച്ചാണ് നീക്കം ചെയ്യുന്നത്. സവിശേഷമായ ഒരു വെള്ളത്തിലൂടെയുള്ള കളിയുടെ വിശേഷമാവട്ടെ അവസാനം. ബോക്സ് സ്നോർക്കലിംഗ് എന്നാണ് ഇതിന്റെ പേര്. യുകെയിലെ മിഡ് വെയിൽസിലാണ് ഈ കായിക വിനോദത്തിന്റെ തുടക്കം കുറിക്കപ്പെട്ടത്. സ്നോർക്കൽ, ഡൈവിംഗ് മാസ്ക്, ഫ്ലിപ്പർ എന്നിവ ധരിച്ച് 55 മീറ്റർ വെള്ളം നിറഞ്ഞ ചെളി നിറഞ്ഞ ഒരു തോട് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തുടർച്ചയായി 2 തവണ പൂർത്തിയാക്കുകയാണ് ഇതിന്റെ പിന്നിലെ വെല്ലുവിളി. വെള്ളം നിറഞ്ഞ കിടങ്ങിലൂടെയാണ് ഇവർ കടന്നു പോകേണ്ടത്. കാലുകൾ നിലത്ത് ചവിട്ടി ഫ്ലിപ്പറിന്റെ സഹായത്തോടെയാണ് മുന്നോട്ട് കുതിക്കുന്നത്. കൈകളേക്കാൾ കൂടുതലായി കാലുകൾ കൊണ്ടാണ് തുഴയുന്നത്. നീന്തലിന് സാധാരണയായി ഉപയോഗിച്ചു വരുന്ന സ്ട്രോക്കുകൾ ഉപയോഗിക്കാതെ ഫ്ലിപ്പർ ശക്തിയെ മാത്രമാണ് ഇവിടെ ആശ്രയിക്കുന്നത്. വേൾഡ് ബോഗ് സ്നോർക്കലിംഗ് ചാമ്പ്യൻഷിപ്പ് ആദ്യമായിട്ട് നടന്നത് 1985ലാണ്. പല ലോക റെക്കോർഡുകളും ബോഗ് സ്നോർക്കലിംഗിന് രചിച്ചിട്ടുണ്ട്. നിലവിലെ ഏറ്റവും വലിയ റെക്കോർഡ് 2018 ഓഗസ്റ്റ് 26 രേഖപ്പെടുത്തിയ
1 മിനിറ്റിൽ 18.81 സെക്കൻഡിനാണ്. ഓഗസ്റ്റിലെ ബാങ്ക് അവധി ദിവസമാണ് വിനോദം അരങ്ങേറുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച 50 അനുഭവങ്ങളിൽ ഒന്നായിട്ടാണ് ലോൺലി പ്ലാനറ്റ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. UK-ലെ ഏറ്റവും വിചിത്രമായ പാരമ്പര്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ ഇവന്റ് ഇത്തവണ ഓഗസ്റ്റ് 28 ഞായറാഴ്ചയാണ് അരങ്ങേറുന്നത്. അന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അനേകർ ഈ മത്സരത്തിൽ പങ്കെടുത്തു. ആയിരക്കണക്കിന് പേർ കാണികളായും ഉണ്ട്. എത്ര വിചിത്രമായ ആചാരങ്ങൾ എന്ന് ഒരു സിനിമയിൽ പറയുന്നുണ്ട്. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്കും അങ്ങനെ പറയാൻ തോന്നും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ രസകരങ്ങളായ ഈ ആഘോഷങ്ങളെ കുറിച്ചുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ഗുഡ് ബൈ.